നയനെങ്ങാനും അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ വീട്ടിലോട്ട് പോവോ എന്ന് പേടിച്ച് ദേവയാനി ചിന്തിക്കുന്നുണ്ട്. നയനമോൾക്ക് വയ്യാത്ത കാരണം ഇനി ഗോവിന്ദനും കനകയും അവളെ കൊണ്ട് പോവോ എന്നൊക്കെ പേടിച്ചായിരിക്കും ദേവയാനി നിൽക്കുന്നത്. കനകയുടെയും ഗോവിന്ദന്റെ അടുത്തോട്ട് നയനയും ആദർശം വരുന്നുണ്ട്. ദേവയാനി അവിടെ നിൽക്കുന്നുണ്ടായിരിക്കും. മോളെ, മോൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല അമ്മേ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്തായാലും മോളില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞ കാരണാ മോളെ ഞങ്ങൾ വിളിക്കാത്ത. അല്ലെങ്കിൽ മോള് ഞങ്ങൾ കൂടെ കുറച്ച് ദിവസം വന്ന് നിന്നാ മതിയായിരുന്നു. അതൊന്നും കുഴപ്പമില്ല അച്ഛാ, നയനയ്ക്ക് നിൽക്കണമെങ്കിൽ കുറച്ച് ദിവസം അവിടെ വന്ന് നിന്നോട്ടെ. ഇത് കേൾക്കുന്നത് ദേവയാനി പറയുന്നുണ്ട്. അതൊന്നും വേണ്ട, ഇനി നിനക്ക് ഇവളെ കാണാതിരുന്നാൽ എന്തെങ്കിലും പ്രശ്നമായാലോ, അതുകൊണ്ടേ എങ്ങോട്ടും പോവണ്ട. അതെ അമ്മേ, ഞാൻ വരുന്നില്ല, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ ഇവിടെ നിന്നോളാം. ഇത് കേൾക്കുന്നതും ദേവയാനിക്ക് സന്തോഷമാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നവ്യയോട് കനക പറയുന്നുണ്ട്. മോൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അപ്പം അമ്മയെ വിളിക്കണം. എന്തെങ്കിലും കഴിക്കാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ നന്ദുട്ടൻ്റെ കയ്യിൽ ഇങ്ങോട്ട് കൊടുത്തു വിട്ടോളാം. ഇത് കേൾക്കുന്ന ദേവയാനി പറയുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല കനകെ, നവ്യയ്ക്ക് ഇനി എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലൊക്കെ ഇവിടെ ഉണ്ടാക്കി കൊടുക്കാൻ ആൾക്കാരുണ്ടല്ലോ. നീ എന്തായാലും അതോർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ കനകയോട് പറയുന്നുണ്ട് ദേവയാനി. എന്നാൽ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് കനകയും ഗോവിന്ദനും നന്ദുവും ഇറങ്ങുന്നുണ്ട്. പിന്നീടായിട്ട് ആദർശനോട് പറയുന്നുണ്ട് ദേവയാനി, നീ എന്തായാലും നയനയുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ കാണിക്കണം. വയ്യ എന്നും പറഞ്ഞിട്ട് ഇനി അവളെ വീട്ടിലോട്ടെങ്ങാനും പോയാലോ, അതുകൊണ്ട് നീ അവളെ കാര്യത്തിൽ നല്ല ശ്രദ്ധ കാണിക്കണം എന്നൊക്കെ ദേവയാനി ആദർശൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്നതും ആദർശന് തോന്നുന്നുണ്ട്, ശരിയാ, അമ്മയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്, നയനയോടിപ്പോൾ നല്ല സ്നേഹമാണെന്നൊക്കെ ആദർശന് തോന്നുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനെ ആയിരിക്കും. മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, അബിക്ക് ഈ ചടങ്ങിനോട് വലിയ താല്പര്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇനി അവൻ അഭിനയിച്ചതാവാൻ വഴിയുണ്ട്. അത് ശരിയാ, എന്തായാലും അബിക്ക് ഈ ചടങ്ങിനോട് കൂടാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അബിക്ക് മാത്രമല്ല, ജലജയ്ക്കും ജാനകിക്കും അനാമികയ്ക്കും ഒന്നും ഇഷ്ടമുണ്ടായിരുന്നില്ലല്ലോ. അബിയുടെ ശരീരത്തിൽ എന്തെങ്കിലും തണർത്ത് പൊന്തിയിട്ടുണ്ടോ എന്ന് ഒന്ന് നോക്കണം, അവൻ കള്ളത്തരം കാണിച്ചാണോന്നൊന്ന് അറിയണ്ടേ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അല്ലെങ്കിൽ ജ്യൂസിൽ എന്തെങ്കിലും കലക്കി കാണും, അതുകൊണ്ടല്ലേ നവ്യമോള് തന്ന ജ്യൂസ് നേരെ അബിക്ക് കൊടുത്തത്. മോൾക്കത് കുടിക്കാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ. അവളല്ലെങ്കിൽ നല്ല ബുദ്ധിമതിയാ. അമ്മായിയമ്മയും ഭർത്താവും തനിക്കെതിരാണെന്ന് മോൾക്ക് നന്നായിട്ട് അറിയാം. പലതവണ മോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ജ്യൂസ് അബിക്കായിട്ട് കൊടുത്തത്. നവ്യമോൾ ഇങ്ങോട്ട് വന്നു കയറിയപ്പോൾ മോളുടെ സ്വഭാവം തീരെ മോശമായിരുന്നു. എന്നാ ഇപ്പം അതൊക്കെ മാറി ഈ കുടുംബത്തിന് പറ്റിയ മരുമകളായിട്ടുണ്ട്. നവ്യമോള് മാറി, എന്നാ അബിക്കും ജലജയ്ക്കും ഒരു മാറ്റവും ഇല്ല. അബിയും ജലജയും മാത്രമല്ലല്ലോ, ജാനകിയും ഇപ്പൊ കയറി വന്ന മരുമകളും ഒക്കെ കണക്കാ. ഇതുകൊണ്ടൊക്കെ തന്നെയാ എൻ്റെ അസുഖം പൂർണ്ണമായി മാറിയ കാര്യം ആരോടും പറയണ്ട എന്ന് ഡോക്ടറോടും നിന്നോടൊക്കെ ഞാൻ പറഞ്ഞത്. അതും കൂടെ അറിഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല ഇവിടെ നടക്കാൻ പോവാ. ഇവിടെ ചിലരൊക്കെ നമ്മൾ വേഗം അങ്ങ് മരിച്ചു പോകണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. അതെന്താ അങ്ങനെ പറഞ്ഞേ? നന്ദു ഈ ഫംഗ്ഷന് വരരുതെന്ന് അനാമികയും ജലജയും ജാനകിയൊക്കെ പറഞ്ഞിട്ടും ഞാനും നീയും കൂടെ ചേർന്നിട്ടല്ലേ ഗോവിന്ദനോടും കനകയോടും ഇങ്ങോട്ട് നന്ദുവിനെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞത്. നമ്മുടെ വാക്ക് ധിക്കരിക്കാതെ അവരിങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തു. അതൊന്നും ഇവിടെ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. നമ്മളങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു ശല്യം ഉണ്ടാവില്ലല്ലോ എന്നാലോചിച്ച് പെട്ടെന്ന് മരിക്കാനൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നമ്മുടെ കുടുംബം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. എത്ര സന്തോഷത്തോടു കൂടിയാ മുന്നോട്ട് പോയിരുന്നത്. ഏത് കാലത്തും ഇതുപോലെയൊന്നും പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടായിരിക്കും ഇടയ്ക്ക് ഇതുപോലെ കല്ലുകടിയൊക്കെ വരുന്നത്. എല്ലാം ശരിയാവും. ഇപ്പോൾ ദേവയാനിയുടെ മാറ്റം കണ്ടില്ലേ? ദേവയാനിക്കിപ്പോൾ നല്ല മാറ്റമുണ്ട്. നയനമോളെയും ആദർശിനെയും നല്ല പോലെ സ്നേഹിക്കുന്നുണ്ട്. അതെ, അതുപോലെ എല്ലാവരും അങ്ങ് മാറിയാൽ മതി. എല്ലാവരും മാറും, നിങ്ങളതൊന്ന് ഓർത്ത് വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അഭിയായിരിക്കും. അഭിയാണെങ്കിൽ ആകെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. അങ്ങോട്ടേക്ക് ജലജ വരുന്നുണ്ട്. എന്താടാ നിന്റെ ചൊറിച്ചിൽ ഇതുവരെ മാറിയില്ലേ? നിനക്ക് ഞാൻ ഓയിൽമെന്റ് തന്നതല്ലേ, നീ തേച്ചില്ലേ? അതൊക്കെ തേച്ചിട്ടും ഒരു കുറവുമില്ല. ഇതൊക്കെ ചെയ്യുന്നതിന് മുൻപേ ഒന്ന് പറയണ്ടേ? ഇത് കേട്ട് നവ്യ പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരിക്കും. ഇവരെ സംസാരം ഇങ്ങനെ കൂർമ്മിച്ച് കേൾക്കുന്നുണ്ടായിരിക്കും. എന്താടാ നീ പറയുന്നേ? ഇത് മുന്നേ അറിവെങ്കിൽ നിന്റെ അടുത്ത് ഞാൻ പറയില്ലായിരുന്നോ? ഇത് പെട്ടെന്നെടുത്ത് തീരുമാനാ. അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത എന്ത് കാര്യ വർക്കൗട്ട് ആയിട്ടുള്ളത്? അന്ന് തന്നെ നിനക്കറിയില്ലേ അനാമിക പാലിൽ വിഷം കലർത്തിയത് നവ്യയെയും കുഞ്ഞിനെയും ഇല്ലാതാക്കാനായിട്ടാ. എന്നാ അത് കുടിച്ചതാരാ? ദേവയാനി. അവൾമാർക്കേ നല്ല ഭാഗ്യ. എങ്ങനെയെങ്കിലും തട്ടിത്തെറിച്ച് അവർക്ക് നേരെ വരുന്നത് എങ്ങനെയെങ്കിലും പോവും. ഇത് കേട്ട് നവ്യ ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട്. അപ്പൊ എല്ലാം ചെയ്തത് അനാമികയാണെന്ന് നവ്യക്ക് മനസ്സിലാവുന്നുണ്ട്. എടാ, ഇനിയിപ്പോ അനാമികയൊന്ന് ചൊടിപ്പിച്ച് വിട്ടാ മതി.
അവളും അവളെ അമ്മയും അച്ഛനും ചേർന്ന് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഇവളുമാരെയൊക്കെ ഇല്ലാതാക്കിക്കോളും. പക്ഷെ നമ്മൾ മാറി നിൽക്കാനേ പാടൂ. എല്ലാം കണ്ട് നമുക്കൊന്ന് ചിരിക്കാടാ. അവള് തന്നെ എല്ലാം ചെയ്തോളും. പിടിക്കപ്പെട്ടാലും അവളല്ലേ പിടിക്കപ്പെടൂ എന്നൊക്കെ ജലജ അഭിയോട് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ദേഷ്യത്തിലായിരിക്കും നവ്യ നിൽക്കുന്നത് എന്ന് അഭി പറയുന്നുണ്ട്. അല്ല, നന്ദി ഇങ്ങോട്ട് വരണ്ട എന്ന് എല്ലാവരോടും പറഞ്ഞതാ, എന്നിട്ടും അവളിങ്ങോട്ട് വന്നില്ലേ? അതൊക്കെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും കയ്യിലെടുത്തോണ്ടാ. ഇപ്പോ ഏട്ടത്തി വരെ അവൾമാരുടെ സൈഡിലാ. പതിയെ പതിയെ എല്ലാവരെയും കയ്യിലെടുക്കാനാ അവൾമാരുടെ ഉദ്ദേശം. എന്തായാലും അനാമികയൊന്ന് ചൊടിപ്പിച്ചു വിട്ടാലേ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ എല്ലാം നടക്കും എന്ന് അഭിയോട് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് വല്ലാത്ത സങ്കടത്തില് നവ്യ അവിടെ നിന്ന് നടന്നു പോകുന്നുണ്ട്. സത്യങ്ങളെല്ലാം നവ്യ അറിയാണ്. അങ്ങനെ നവ്യ നേരെ ചെല്ലുന്നത് അനാമികയുടെ അടുത്തോട്ടായിരിക്കും. അനാമിക ഫോണിൽ കളിച്ചു നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നവ്യ വരുന്നുണ്ട്. എടി, നിനക്കെന്റെ അനിയത്തി വന്നത് ഇഷ്ടപ്പെട്ടില്ലേ? ഇല്ല, ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് അവൾ ഇങ്ങോട്ട് വന്നതേ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണോ നീ എനിക്ക് കുടിക്കാനുള്ള ജ്യൂസിൽ ചൊരയുന്ന പൊടി കലക്കി തന്നത്? അത് ഞാൻ അബിക്ക് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഞാനല്ലേ ആ അവസ്ഥയിൽ ഇരിക്കേണ്ടി വന്നിരുന്ന്. ഞാൻ കലക്കാനോ? നിനക്കെന്താ? നിനക്ക് വല്ല ഭ്രാന്തം പിടിച്ചോ? ഭ്രാന്തല്ലടി, എനിക്കെല്ലാം മനസ്സിലായി. നീയാണ് എല്ലാം ചെയ്തു തന്നേ, എനിക്കെല്ലാം മനസ്സിലായി. അങ്ങനെ ആങ്ങിയൂങ്ങി ഒരെണ്ണങ്ങ് വെച്ചു കൊടുക്കുന്നുണ്ട് അനാമികയ്ക്ക്. എന്താടി നീ കാണിച്ചേ? നീ എന്നെ തല്ലേ? നവ്യാണെങ്കിൽ തലങ്ങും വലങ്ങും തല്ല് വെച്ച് കൊടുക്ക. അങ്ങനെ ഒറ്റ ഒന്നിന് ആ സോഫയിൽ അങ്ങ് പോയി വീഴുന്നുണ്ട്. അവിടുന്ന് എഴുന്നേറ്റ് അനാമിക പറയുന്നുണ്ട്, നീ എന്നെ തല്ലി അല്ലടി, ഇനി നീയാണോ ഞാനാണോ ഇവിടെ ഉണ്ടാവുകയെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അനാമിക പോവാൻ നേരത്ത് നവ്യ പറയുന്നുണ്ട്, നീ അവിടെ നിൽക്ക്. ഇനിയിപ്പോ ആരാ പോവെന്ന് നോക്കിയാലും ഞാൻ ഇവിടെ തന്നെ നിൽക്കും. നീയായിരിക്കും ഈ പടിയിറങ്ങി എന്നേക്കുമായിട്ട് പോകേണ്ടി വരിക. ഞങ്ങൾ എല്ലാവരും സംശയിച്ച പോലെ നീയും നിന്റെ അമ്മയും തന്നെയാ പാലിന് വിഷം കലർത്തിയതെന്നേ എനിക്ക് മനസ്സിലായടി. എന്നെയും എന്റെ കുഞ്ഞിനെയും ഇല്ലാതാക്കാനായിട്ട് നീ നിന്റെ അമ്മയും ചേർന്നിട്ട് പാലിന് വിഷം കലർത്തി വെച്ചു. എന്നാ അതൊന്നും അറിയാത്ത അമ്മായിയാണ് എടുത്ത് കുടിച്ചത്. അതുകൊണ്ടാ അമ്മായിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. നീ എന്താടി പറയുന്നേ? ഞാനും എന്റെ അമ്മയും ചേർന്നോ? നീ വെറുതെ അതും ഇതൊന്നും പറയരുത്. അത് നീയും നിന്റെ അമ്മയും അച്ഛനൊക്കെ ചേർന്ന് മെനഞ്ഞെടുക്കുന്നതാ. ഞങ്ങള് മെനഞ്ഞെടുക്കുന്നതൊന്നും അല്ല. നീയും നിന്റെ അമ്മയും ആ പണി ചെയ്തതേ ഇവിടെ രണ്ടുപേര് കണ്ടിട്ടുണ്ട്. അവരെ ദൃസാക്ഷികളാ. അവര് തന്നെയാ ഇത് സംസാരിക്കുന്നത് ഞാൻ കേട്ടത്. നിന്നെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞടി. ഇനി നീ ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ, നീയും നിന്റെ അമ്മയൊക്കെ നിരപരാധിയാണെങ്കിൽ നീ പോയിട്ട് മുത്തശ്ശിയോടും പോയി പറയ്, ഇങ്ങനെയൊക്കെ നടന്നു, ഞാൻ നിന്നെ തല്ലി എന്നൊക്കെ പോയി പറ. അങ്ങനെ പറഞ്ഞ് നീ എന്നെ പുറത്താക്ക് എന്ന് എനിക്ക് അതല്ലേ ഒന്ന് കാണേണ്ടത്. ഏതായാലും 7-ാം മാസത്തില് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവും. അത് കുറച്ച് നേരത്തെയായെന്ന് മാത്രം ഞാൻ അങ്ങ് കരുതും. എൻ്റെ കുഞ്ഞിനെ പോലും എനിക്കിവിടെ സംരക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയാ. അതുകൊണ്ടേ ഇവിടുന്ന് പോകുന്നത് തന്നെയാ നല്ലതെന്നാ എനിക്ക് തോന്നുന്നത്. പോകുന്നതിന് മുൻപേ നിന്നെ ഞാൻ എല്ലാവരും മുമ്പിലും തുറന്നു കാണിച്ചിട്ടേടി പോവൂ. നീ കൊല്ലാൻ നോക്കിയതേ എൻ്റെ കുഞ്ഞിനെയാ. നിനക്ക് എങ്ങനെ തോന്നിയടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ? ഇതിപ്പോ പാലില് ചൊറിയുന്ന പൊടി കലക്കിയതും നീയും എൻ്റെ അമ്മായിമ്മയും നിന്റെ അമ്മായിമ്മയും ചേർന്ന് തന്നെയാണെന്നാ എനിക്ക് തോന്നുന്നേ. ഇതൊന്നും കേസാക്കാത്തതേ ഇവിടെ പോലീസുകാർ വന്ന് കയറുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്ത കാരണാ. എന്നാലേ ഇനി ഞാനതൊക്കെ അങ്ങ് മറക്കുക. ഞാൻ എന്തായാലും പോലീസിനെ വിവരറിയിക്കാൻ പോവാ. ഇനി അവര് തന്നെ എല്ലാം തെളിയിക്കട്ടെ. നീയാണോ ഇനി മറ്റാരെങ്കിലും ആണോ ഇതൊക്കെ ചെയ്തേന്ന്? അത് മാത്രമല്ല, വല്യമ്മയുടെ ഒരു മാല കളവ് പോയല്ലോ, അതിലും എനിക്ക് നിന്നെ തന്നെയാടി സംശയം. അതുകൊണ്ട് എല്ലാം തെളിയട്ടെ. നീ വെറുതെ അതും ഇതൊന്നും പറയരുത്. ഞങ്ങൾ അതൊന്നും ചെയ്തിട്ടില്ല. എടി, വെറുതെ നീ ഇനിയും എൻ്റെ മുൻപിൽ അഭിനയിക്കാൻ നിൽക്കണ്ട. എല്ലാം എനിക്കറിയാം. പക്ഷേ ഞാനിതിപ്പോ ആരുടെ മുൻപിലും തുറന്നു കാണിക്കാത്തത് ഈ കുടുംബത്തിനെ ഓർത്ത് മാത്രാ. ഇനിയെങ്കിലും നീ ഇന്ന് നന്നാവാൻ നോക്ക്. നിന്നെപ്പോലെ തന്നെയായിരുന്നു ഞാൻ ഇവരിലോട്ട് കയറി വന്നത്. എല്ലാം മോഹിച്ചു തന്നെയാ ഞാൻ ഇങ്ങോട്ട് കയറിയത്. എന്നാലേ എനിക്ക് ഒരുപാട് മാറ്റം ഉണ്ടായി. അത് ഈ വീട്ടിലെ ആളുകളുടെ നല്ല സ്വഭാവം കാരണ. അതുപോലെ നീയും മാറാൻ നോക്ക്. ഇനി നീ എന്നോട് കളിച്ചാലേ എല്ലാ സത്യങ്ങളും ഞാൻ എല്ലാവരോടും അങ്ങ് വിളിച്ചു പറയും. ഇപ്പം ഞാൻ ക്ഷമിച്ചെന്നേ ഉള്ളൂ. സമയമാവുമ്പോൾ എല്ലാവരോടും ഞാൻ പറയൂടി എന്ന് അനാമികയുടെ കവളിൽ പിടിച്ചായിരിക്കും ഇങ്ങനെ പറയുന്നുണ്ടായിരിക്ക. അങ്ങനെ നവ്യ ദേഷ്യത്തില് അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാ ചിന്തിക്കുന്നത് അനാമിക ഇത് എങ്ങനെയാ നവ്യ അറിഞ്ഞെന്നായിരിക്കും. പിന്നീടായിട്ട് നയനയെ റൂമിലോട്ട് കൊണ്ടുവരുന്നുണ്ട് നവ്യ. അങ്ങനെ റൂം ലോക്ക് ചെയ്തതിന് ശേഷം നയനയോട് സത്യങ്ങളെല്ലാം പറയുവാണ്. എന്താ ചേച്ചി, എന്താ കാര്യം? നമ്മള് വിചാരിച്ച പോലെ തന്നെയാ കാര്യങ്ങളെല്ലാം. പാലിൽ വിഷം കലർത്തി വല്യമ്മയെ ഇല്ലാതാക്കാൻ നോക്കിയത് ആ അനാമിക തന്നെയാ. എന്റെ അമ്മായിമ്മയും അഭിയും സംസാരിക്കുന്നതേ ഞാൻ നേരെ കേട്ടതാ. ഇത് കേട്ട് നയന ആകെ ഞെട്ടിയായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്ക. ചേച്ചി പറയുന്നത് ശരിയാണോ? അവളാണോ ഇതിന് പിന്നില്? അതെ മോളെ, അവള് തന്നെയാ. അവൾക്ക് 4 കൊടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നിരിക്കുന്നേ.
അല്ല ചേച്ചി, എന്നാലും അവൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അറിയില്ല മോളെ, അവളുടെ മനസ്സിലെ എന്തൊക്കെയോ ഉദ്ദേശമുണ്ട്. ഈ വീട്ടിലെ സ്വത്തിനോടും പണത്തിനോടാ അവൾക്ക് ആർത്തിയെന്നാ എനിക്ക് തോന്നുന്നേ. എന്തായാലും ഇക്കാര്യങ്ങൾ എല്ലാവരോടായിട്ട് പറയണം. ഞാൻ ആദ്യം നിന്നോട് പറഞ്ഞെന്നേ ഉള്ളൂ. ചേച്ചി, ഇതിപ്പോൾ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവില്ലേ? പ്രശ്നമാവണം. അവളാണിത് ചെയ്തതെന്ന് എല്ലാവരും അറിയണ്ടേ? ഇപ്പം തന്നെ അനിയുടെ കാര്യത്തിൽ എല്ലാവർക്കും സങ്കടം. ഇതും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ അനിയുടെ ജീവിതം തന്നെ ഇല്ലാതാവില്ലേ? നമുക്ക് അവൾക്ക് ഒരു ചാൻസ് കൂടെ കൊടുക്കാം. അവൾ ഇനി നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ ചേച്ചി. ഞാനും അങ്ങനെ തന്നെയാ ചിന്തിച്ച്. അനിയുടെ കാര്യത്തിൽ എനിക്കും സങ്കടം തന്നെയാ.